ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം അയച്ചിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പൊ ദൈവം ഇവിടെ അയച്ചിട്ട് നമ്മളിവിടെ വന്നതെങ്കിൽ ദൈവത്തിന് അതിന് പിന്നിൽ വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. നീ ഇന്ന് ഞെരുങ്ങുന്ന നിന്റെ ഞെരുക്കങ്ങളിലും നിന്റെ ഭാരങ്ങളിലും നിന്റെ വേദനകളിലും നിന്റെ നൊമ്പരങ്ങളിലും അതിനൊക്കെ ദൈവത്തിന്റെ ഒരു കരസ്പർശം നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. നിന്റെ ദൈവത്തിന്റെ വലങ്കരം നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. കാരണം നമ്മൾ വെറുതെ വന്നവരല്ല, ദൈവം നമ്മളെ അയച്ചിട്ട് വന്നതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരുപാട് പേര് ആ കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരാളെ കുറിച്ച് മാത്രമേ ദൈവം സംസാരിച്ചുള്ളൂ. ദൈവം അയച്ച ഒരു മനുഷ്യൻ വന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തിന് ഒരു വ്യക്തിയെ കുറിച്ചൊരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, യോഹന്നാന്റെ പിതാവും മാതാവും സക്കറിയ പുരോഹിതനും എലിസബത്തും ഒക്കെ ദൈവത്തിന് എത്രയോ നാളുകളായി പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി. എത്രയോ നാളുകളായി പ്രാർത്ഥിച്ചു. പക്ഷേ വഴികൾ തുറന്നില്ല, ഒരു കുഞ്ഞവർക്ക് ലഭിച്ചില്ല. അവരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചപ്പോൾ ദൈവം സംസാരിച്ചു, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥന ദൈവസ്ഥാനിൽ എത്തിയിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താണ്. ആ പ്രാർത്ഥന എന്നാ എത്തിയത്? ആദ്യത്തെ ദിവസം തന്നെ അവർ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ദൈവസ്ഥാനിൽ എത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ പൈതലേ, നിന്റെ ആത്മജീവിതത്തിൽ നീ പ്രാർത്ഥിച്ച ദിവസങ്ങളിൽ തന്നെ, ആ മണിക്കൂറിൽ തന്നെ, ആ സെക്കൻഡിൽ തന്നെ പ്രകാശ വേഗതയ്ക്ക് അപ്പുറമായി നിന്റെ പ്രാർത്ഥന ദൈവത്തിൽ എത്തിയിട്ടുണ്ട്. അത് സ്വർഗത്തിൽ എത്തിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എത്തിയിട്ടുണ്ട്. പക്ഷേ ദൈവം അത് സമയമായപ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തത്. നേരത്തെ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തിരുന്നെങ്കിൽ, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു എന്ന് പറയുമ്പോൾ ഏത് മനുഷ്യനെ കുറിച്ചാണ് യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൽ എഴുതിയത്? ആ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രവചനം നിറവേറണമെങ്കിൽ യോഹന്നാൻ ഈ സമയത്ത് ജനിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. പ്രിയമുള്ളവർ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ചില പദ്ധതികൾ ഒറ്റ വിഷയത്തിലല്ല, അത് പല വിഷയങ്ങളുമായിട്ട് അത് കണക്ട് ചെയ്തിരിക്കുകയാണ്. അത് ഒന്നിനോട് ഒന്ന് ചേർന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്റെ വിഷയത്തിനകത്ത് നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ നിനക്ക് ഒറ്റപ്പെട്ടതായിട്ട് തോന്നാം. പക്ഷെ ദൈവത്തിന് അത് ഒറ്റപ്പെട്ട വിഷയമല്ല, അത് ചിലതുമായിട്ട് അത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് ചില വിഷയങ്ങളുമായി, ദൈവത്തിന് ചില പദ്ധതികളുമായി, ദൈവത്തിന് ചില പ്രവർത്തനങ്ങളുമായിട്ട് അതിങ്ങനെ കണക്ട് ചെയ്ത് ദൈവം അതിനെ ക്രമീകരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്നത് ഒറ്റപ്പെട്ട ഒരു വിഷയമായിട്ടായിരിക്കാം, പക്ഷെ ദൈവത്തിന് ഒറ്റപ്പെട്ട വിഷയമല്ല. ദൈവത്തിന് അത് കണക്ഷൻ ഉണ്ട് മറ്റു പലതുമായി. നമ്മുടെ പ്രാർത്ഥന നമുക്ക് ചിലപ്പോൾ കുഞ്ഞിന് ജോലി കിട്ടാനായിരിക്കാം, കുഞ്ഞിൻ്റെ വിവാഹമായിരിക്കാം, അല്ലെ വീട് പണിയായിരിക്കാം, അല്ലെ മറ്റു പലതുമായിരിക്കാം. പക്ഷെ ഇതിനെല്ലാം ദൈവത്തിന് ഒരു കണക്ഷൻ ഉണ്ട്. അത് നിന്റെ നന്മയ്ക്കായിട്ട് ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്. ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറണം. ഇവിടെ യോഹന്നാന്റെ ജനനം അവൻ മിശിഹായുടെ വരവിന് വേണ്ടിയിട്ടുള്ള അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒന്നാണ്. അവര് ചോദിച്ചു കാണും, യോസഫും സക്കറിയാവും എലിസബത്തൊക്കെ ചോദിച്ചു കാണും, ദാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നേരുള്ളവരായി നീതിയുള്ളവരായി നിൽക്കുന്നു. ദൈവത്തിന്റെ സാക്ഷ്യം അതുണ്ടല്ലോ. പക്ഷെ ഞങ്ങള് ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ നീതിയായിട്ടും വിശുദ്ധിയോടും ഒക്കെ ഞങ്ങൾ ജീവിക്കുന്നു, അവരുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചു പോകുന്നു.
ഞാൻ ദൈവസന്നിധിയിലുള്ള ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷകനാണ്. ദൈവസന്നിധിയിൽ ധൂപം അർപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ദൈവജനത്തിന് ആശീർവാദം പറയേണ്ടതായ ഒരു വ്യക്തിയാണ്. പക്ഷെ ഇത്രയൊക്കെ ഞാൻ ദൈവത്തോട് അടുത്ത് വന്നിട്ടും ദൈവിക ശുശ്രൂഷ ചെയ്തിട്ടും ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടും നാഥ എന്തുകൊണ്ട് അങ്ങ് പ്രവർത്തിക്കുന്നില്ല? ഇതൊരു ചോദ്യമാണ് അല്ലേ? നമുക്ക് ദൈവസന്നിധിയിൽ ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ദൈവം താമസിക്കുന്നു? ദൈവത്തെ ഓർത്ത് ആരും വേദോസ്തം വായിച്ചുകൊണ്ടിരിക്കല്ല. ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ആമേൻ. അപ്പോൾ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇത് നമ്മളും ദൈവത്തിന് പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയോ എല്ലാം ചെയ്യുന്ന ആളുകളല്ലേ. പക്ഷെ പ്രിയമുള്ളവരെ, ചില പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നിന്റെ ഭവനത്തെ വെളിപ്പെടാനുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. യോഹന്നാൻ വിദ്യാഭ്യാസമുള്ളവനായിരുന്നില്ല. വലിയ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ല, വലിയ സമ്പത്തൊന്നുമില്ല. ഉടുപ്പ് തന്നെ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പാണ്. കഴിക്കുന്നത് തന്നെ വെട്ടുക്കിളിയും തേനും ഒക്കെ കൊണ്ടാണ് കഴിക്കുന്നത്. ബിരിയാണി ഒന്നും കഴിക്കാനുള്ള സാഹചര്യങ്ങൾ, പൈസ ഒന്നും പോക്കറ്റിലില്ല. കാരണം മരുഭൂമിയിലാണ് വളർന്നത്, ജീവിച്ചതുമൊക്കെ മരുഭൂമിയില്ല. അവിടെ ബിരിയാണി വെക്കുന്ന കടയൊന്നുമില്ല. ആമേൻ. നമുക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിവാഹത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ബിരിയാണിയൊക്കെ കഴിക്കാം. പക്ഷെ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഉണ്ടായിരുന്നില്ല പ്രിയമുള്ളവർ. പ്രൈസ് ദി ലോർഡ്. അവിടെ മരുഭൂമിയിൽ ജ്യൂസ് കടയൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ ഐസ്ക്രീം കടയൊന്നും ഉണ്ടായിരുന്നില്ല. ആമേൻ. പക്ഷെ ഈ വെട്ടുക്കിളിയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, കാട്ടുതേനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താണ്. പക്ഷെ യോഹന്നാന്റെ സമകാലികനായി വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പൗലോസ് എന്നാണ്. നല്ല വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യനാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, പല ഡിഗ്രി ഉണ്ട്. പക്ഷേ യോഹന്നാന്റെ പകരം നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് ചിന്തിച്ചു നോക്കിയേ. പൗലോസിന്റെ സ്ഥാനത്ത് യോഹന്നാനെയും യോഹന്നാന്റെ സ്ഥാനത്ത് പൗലോസിനെയും വെച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ യോഹന്നാന് ഒരു വിദ്യാഭ്യാസവും ഇല്ല. വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവന്റെ മേലുള്ള ദൈവത്തിന്റെ വിളിക്കനുസരിച്ചതാണ്. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാവുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഉന്നത വിളിക്ക്. ആമേൻ. ഒന്ന് പാടിയ പാട്ട്. ഉന്നത വിളിക്ക് യോഗ്യനായ യോഹന്നാൻ. യോഹന്നാൻ ആ യോഗ്യത ഉണ്ടായിരുന്നതല്ല, ദൈവം യോഹന്നാനെ യോഗ്യനാക്കിയതാണ്. അപ്പൊ വലിയ വിദ്യാഭ്യാസമില്ല, വലിയ സമ്പത്തില്ല, പക്ഷെ സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. ഒരു പുരോഹിത കുടുംബത്തിലാണ് ജനിച്ചത്. ഒരു പുരോഹിതനായി ജീവിക്കുവാൻ ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ ബഹുമാനത്തിനും അർഹനായിരുന്നു. യോഹന്നാൻ പുരോഹിതനായി തീരണമായിരുന്നു. പക്ഷെ മരുഭൂമിയിൽ ആരും മാനിക്കാനില്ല, ആരും ബഹുമാനിക്കാനില്ല, ആരും അംഗീകരിക്കാനില്ല.
ആരുമില്ല, ആരും അവിടെ ബഹുമാനിക്കാനില്ല പ്രിയമുള്ളവരെ. മരുഭൂമിയിൽ പറയാനൊരു പാരമ്പര്യവുമില്ല. ഞാൻ സക്കരിയ പുരോഹിതന്റെ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണെന്ന് പറയാനുള്ള യാതൊരു പാരമ്പര്യവും പറയാൻ ആരെങ്കിലും അവിടെ വേണ്ടേ? യെസേന്യര് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ചാപകടൽ ചുരുളുകൾ സൂക്ഷിച്ചിരുന്നവർ. അതുപോട്ടെ. പക്ഷേ ഇതൊന്നും പറയാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല യോഹന്നാൻ. പക്ഷേ യോഹന്നാന്റെ മേൽ ദൈവത്തിന്റെ ഒരു ദൗത്യമുണ്ട്. യോഹന്നാൻ ദൈവത്തിന്റെ ദൗത്യം വഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കരങ്ങളിൽ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പുള്ള ഈ കാട്ടുതേൻ ഭക്ഷിക്കുന്ന, ഈ വെട്ടുക്കിളിയെ ഭക്ഷിക്കുന്ന ഈ മനുഷ്യനെ കാണുമ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ ദൗത്യം വഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല. ദാവീദ് ആടിനെ മേയിച്ചുകൊണ്ട് ഓടി നടക്കുമ്പോൾ, ഭീഷണികളുടെ നടുവിൽ ഓടി നടക്കുന്ന സമയങ്ങളിൽ ഒന്നും ദൈവത്തിന്റെ വലിയ ദൗത്യമുണ്ടെന്ന് അത് പറയാൻ പറ്റിയില്ല. പക്ഷെ അഭിഷേക തൈലം വീണപ്പോൾ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായി ദൈവത്തിന്റെ വലിയ ദൗത്യം വഹിക്കുന്ന ഒരു മനുഷ്യനാണ് ദാവീദ് എന്ന് മനസ്സിലായി. പക്ഷെ അതിനു മുമ്പ് സ്വന്തം അപ്പന് മനസ്സിലായില്ല, അമ്മയ്ക്ക് മനസ്സിലായില്ല, സഹോദരങ്ങൾക്ക് മനസ്സിലായില്ല, ആർക്കും മനസ്സിലായില്ല. വീട്ടിനകത്തെ ഇളയ ചെറുക്കൻ, ഒന്നിനും കൊള്ളിയല്ലാത്ത, ഒരു കഴമ്പുമില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത, ആടിനെ മേയ്ക്കാൻ നല്ല കഴിവുണ്ട്, അതൊഴിച്ച് ബാക്കി ഒന്നിനും കഴിവില്ലാത്ത ഒരു മനുഷ്യൻ, ഒരു കൊച്ചു പയ്യൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ വിചാരിക്കുന്നത് അവൻ ഒന്നിനും കൊള്ളിയല്ലെന്നാണ്. ചിലപ്പോൾ അവന് പഠിക്കാൻ വലിയൊരു കഴിവൊന്നും ഉണ്ടാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പഠിക്കാൻ വലിയ കഴിവൊന്നും ഉണ്ടായെന്ന് വരില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവം ഉപയോഗിക്കുന്ന തലങ്ങൾ വ്യത്യസ്തമാണ്. പഠിക്കാൻ വലിയ കഴിവില്ലാത്തവരുടെ കീഴിൽ അവർ നടത്തുന്നതായിരിക്കുന്ന കമ്പനികളിൽ എത്രയോ അവരെക്കാൾ ഉന്നതരായ വിദ്യാഭ്യാസമുള്ള ആളുകൾ ജോലി എടുക്കുന്നുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടെന്ന് അറിയാമോ? ഇപ്പോഴവരുടെ പേരുകളൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ വായിച്ചൊരു സംഭവമുണ്ട്, അതൊന്നും കൃത്യമായിട്ട് ഓർമ്മയിൽ വരാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഒരു സ്ത്രീയാണ്, SLCക്ക് 59% മാർക്ക് മാത്രമേ ഉള്ളൂ. എവിടെയാ വായിച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, അവരെ കുറിച്ചുള്ള ഒരു വലിയ ചരിത്രം ഞാൻ ഇന്ന് രാവിലെ വായിച്ചു. പക്ഷെ ഞാനൊരു വസ്തുത പറയാം. ദൈവത്തിന്റെ ദൗത്യം വഹിക്കുന്ന ഒരാൾ ഒരു സാധാരണക്കാരനായി തോന്നാം, പക്ഷെ അവന്റെ മേൽ സ്വർഗത്തിന്റെ അധികാരമുണ്ട്. അവന്റെ ശബ്ദത്തിൽ ദൈവത്തിന്റെ അധികാരമുണ്ട്. മരുഭൂമിയിൽ കേൾക്കുന്ന ശബ്ദമാവിത്. ആ ശബ്ദം യോഹന്നാന്റെ ശബ്ദമാണ്. ആ ശബ്ദത്തിന്റെ മേൽ സ്വർഗത്തിന്റെ ഒരു അധികാരമുണ്ട്. ആ ശബ്ദത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ആ ശബ്ദത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പുണ്ട്. ആ ശബ്ദത്തിന്റെ മേൽ ദൈവത്തിന് ചെന്ന് ഉപയോഗിക്കാനുണ്ട്. ദൈവത്തിന്റെ പൈതലേ, നിന്റെ ശബ്ദത്തിന് മേൽ ദൈവത്തിന് ജനത പ്രവർത്തിക്കാനുണ്ട്. ആഷാഢോപദേശിയെ കുറിച്ച് ഞാൻ ഇതിന് കേട്ടിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള, ഒരിക്കൽ അദ്ദേഹം സ്നാനപ്പെടുത്തുന്ന സമയത്ത് ഒരു തടിപ്പാളത്തിന് മേളിൽ കുറച്ച് പിള്ളേര്, ചെറുപ്പക്കാരിരുന്ന് അദ്ദേഹത്തെ കളിയാക്കി പരിഹസിച്ചു. ഇപ്പോൾ ആഷാഢോപദേശി ഇങ്ങനെ പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്, എന്റെ കർത്താവ് വിചാരിച്ച് നിന്നെ ഈ വെള്ളത്തിൽ മുക്കുമെന്ന്. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് പാല ഒടിഞ്ഞ് പിള്ളേരെല്ലാം വെള്ളത്തിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആശാരോപദേശി വലിയ വിദ്യാഭ്യാസമുള്ള മനുഷ്യരൊന്നും അല്ല എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഒരധികാരം നാവിലുണ്ട്.
അപ്പൊ നമ്മുടെ മേൽ ദൈവത്തിന്റെ, നമുക്ക് അറിയാമല്ലോ പ്രിയമുള്ളവർ, എത്ര അധികാരം നമുക്ക് ഒരു തന്നിരിക്കുന്ന ഒരു അധികാരമുണ്ട്. നമ്മുടെ മുകളിലുള്ള ഒരു അധികാരം, നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമുക്ക് ആയിരിക്കുന്ന ഒരു അധികാരമുണ്ട്. ആ അധികാരത്തിന് ഉപയോഗിക്കാൻ അത് അവർക്ക് മാത്രമേ കഴിയൂ. ഇപ്പോൾ നമ്മുടെ മിനി ടീച്ചർ അവിടെ പോയി ക്ലാസ് എടുക്കുന്നുണ്ട്, ക്ലാസ്സിൽ പോയി ക്ലാസ് എടുക്കുന്നുണ്ട്. നാളെ രാവിലെ മിനിസ്റ്റേഴ്സിന്റെ പുസ്തകങ്ങളും ബുക്കുമായിട്ടൊക്കെ അവിടെ ചെന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ വേറെ ആർക്കും അവിടെ അധികാരമില്ല അവിടെ ക്ലാസ് എടുക്കാൻ. അവിടെ ചെല്ലുമ്പോൾ, ഉദാഹരണം പറഞ്ഞതാണ്, അവിടെ ചെല്ലുമ്പോൾ ക്ലാസ് എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ വേറൊരാൾ അവിടെ നിന്നാൽ പറയും, ഇങ്ങോട്ടും ഞാൻ ക്ലാസ് എടുക്കട്ടെ, കാരണം അത് ഏൽപ്പിച്ചിരിക്കുന്ന അധികാരം അവർക്കാണ്. ആമേൻ. കരങ്ങൾ ഉയർത്തിയെന്ന സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ ഓരോ അധികാരങ്ങൾ ഈ ഭൂമിയിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, അതിവിടെ നിറവേറുന്നെങ്കിൽ ദൈവത്തിന്റെ പൈതലേ, സ്വർഗത്തിലെ ചില അധികാരങ്ങൾ ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ദൈവം ആഗ്രഹിക്കുന്ന നിന്നെ കൊണ്ട് തന്നെ ചെയ്യാനാണ്. അത് മറ്റൊരാളെ ദൈവത്തിന് വെക്കാൻ ദൈവത്തിന് ഉദ്ദേശമില്ല. നിന്നെ കൊണ്ട് ചെയ്യേണ്ട പ്രവർത്തികൾ ദൈവത്തിന് നിന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. ഈ ചാത്തമറ്റ സഭയില്, ഈ ചാത്തമറ്റം ദേശത്ത് ദൈവം നിന്നെ ചില ദൗത്യമായിട്ടാണ് ഈ ചാത്തമറ്റ സഭയില് ഇന്ന് പകൽ നിന്നെ ആരാധനയ്ക്ക് ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പ്രവർത്തിക്ക് ദൈവം നിന്നെ തന്നെ കാത്തിരിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, വിദ്വാൻമാര് യഹൂദന്മാര് രാജാവിനെ തേടി പോവുകയാണ് കർത്താവിനെ. അവർക്ക് വഴികാട്ടിയായിരുന്ന നക്ഷത്രമായിരുന്നു. പക്ഷേ അവരുടെ ലക്ഷ്യം തെറ്റിപ്പോയെങ്കിലും അവർക്ക് ദൈവം നൽകിയ ദർശനമായ നക്ഷത്രം അവരെ കാത്ത് അവിടെ വെയിറ്റ് ചെയ്യുക. ദൈവത്തിന്റെ വിളി നമ്മളെ കാത്ത് ഇരിക്കുക. അതുകൊണ്ടാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, വിളിയാലുള്ള ആശ ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആരുടെ ആശയാണ്? ദൈവത്തിന്റെ ആശ. അത് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ ആശ നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, വിളിയാലുള്ള നിങ്ങളുടെ ആശ ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആത്മീയ മണ്ഡലത്തിൽ ദൈവത്തിന്റെ പൈതലേ, നിന്നെ ഓരോരുത്തരുടെ മേൽ നിന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് നീ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവസ്ഥലത്ത് ദൈവത്തോട് ചോദിക്കണം. ഞാൻ സകല ജ്ഞാനത്തിന്റെ ഉറവിടമായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നാഥ, എന്നെ കുറിച്ചുള്ള അങ്ങയുടെ ആശ എന്നതെന്ന്, എന്റെ മേലുള്ള വിളിയുടെ ആശ എന്നതെന്ന് എന്നോടൊന്ന് വെളിപ്പെടുത്തണമേ എന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ. മോശ ദൈവത്തിന്റെ വിളിയുള്ളതാണ്. എന്തിനുള്ള വിളിയാണ്? ദൈവജനത്തെ മിസ്രയീമിൽ നിന്ന് വിട്ടിപ്പിക്കുവാനുള്ള ഒരു വീണ്ടെടുപ്പുകാരനായി വിട്ടിപ്പിക്കാനുള്ള ദൈവത്തിന്റെ വിളിയുണ്ട്. വിളി ഉണ്ടെങ്കിലും ദൈവത്തിന്റെ വിളിയുടെ മേലുള്ള പദ്ധതി പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ മോശ വിചാരിച്ചു, ഞാൻ ആരോഗ്യമുള്ളപ്പോൾ, ഞാൻ സൈന്യാധിപനായിരിക്കുമ്പോൾ, ഞാൻ നല്ല ആരോഗ്യമുള്ളപ്പോൾ, നല്ല കഴിവുള്ളപ്പോൾ, നല്ല വിദ്യാഭ്യാസമുള്ളപ്പോൾ, നല്ല ശക്തി ഉള്ളപ്പോൾ, ഇവിടെ എൻ്റെ ഈ ചൂട് രക്തം, എൻ്റെ സഹോദരന്മാരെ മിസ്രയീമ്യരെ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ ചോര ഞരമ്പുകൾ തിളക്കുക. മോശ പലപ്പോഴും പറഞ്ഞു കാണണം. പക്ഷേ മോശ പലപ്പോഴും പറഞ്ഞു കാണും. പക്ഷെ മോശ ചിന്തിച്ചു കാണും, സമയമായില്ല കേട്ടോ, ഇപ്പൊ വല്ലതും പറഞ്ഞാൽ ഒത്തിരി പ്രത്യാഘാതങ്ങൾ വരും. പക്ഷേ മോശ ആ കോപം ഒന്ന് അടക്കി വയ്ക്കാൻ പല പ്രാവശ്യം ചിന്തിച്ചു. പക്ഷെ ഒരു പ്രാവശ്യം ഇത് ഒറ്റ അണപൊട്ടി ഒഴുകിയപ്പോൾ ഒറ്റ പൊട്ടിത്തെറിയായിരുന്നു. ആ പൊട്ടിത്തെറിയിൽ ഒരുത്തിനെ അവിടെ ഒരു ഒറ്റ അടിക്ക് കൊന്നു. ഒരാളെ ഒരടിക്ക് കൊല്ലണമെങ്കിൽ അത്യാവശ്യമൊക്കെ ഒരു ആരോഗ്യം വേണം. പണ്ടൊരാള് അടിച്ച ആള്, അടി കൊണ്ട ആള് വീടില്ല, അടിച്ച ആള് താഴെ വീണെന്ന് പറഞ്ഞതുപോലെ
അടിക്കുന്ന ആളെ വീഴ്ത്താനുള്ള ഒരു ആരോഗ്യം വേണം. ഒറ്റയടിക്കാണ് മിസ്രൈമിൽ താഴെ വീണ് പോയത്. പിന്നെ അനങ്ങിയില്ല, ഒറ്റ അടിയെ കൊണ്ടുള്ളൂ, പിന്നെ അനങ്ങാൻ പറ്റിയില്ല. പക്ഷെ മോശയോട് ദൈവം പറഞ്ഞു, മോനെ മോശേ, നിന്നെക്കുറിച്ച് എനിക്ക് വലിയ പദ്ധതിയുണ്ട്, നിന്റെ മേലുള്ള വിളി ഇന്നതൊക്കെയാണ്, പക്ഷേ സമയമായി. ഇങ്ങനെയല്ല ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. നീ എൻ്റെ സമയത്തിന് വേണ്ടി നീ കാത്തിരിക്കണം. അപ്പൊ മോശയുടെ മേൽ ദൈവത്തിന്റെ വിളി ഉണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു, ദൈവത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷെ മോശ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഗിദെയോൻ ഒരു ചെറിയ മനുഷ്യനാണ്, പക്ഷെ ദൈവം അയച്ചപ്പോൾ അവൻ വലിയ വിജയം നേടി. അവൻ പറഞ്ഞത്, ഞാൻ ബെന്യാമീൻ ഗോത്രത്തിൽ ഒരു ചെറിയവനായ ഒരു മനുഷ്യനാണ്. പക്ഷെ ദൈവം പറഞ്ഞു, നിന്റെ മേലുള്ള വിളി നീ ചെറിയവനാണെന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ ഇരിക്കാനല്ല. ഈ നിന്റെ ചെറിയവനെന്ന് പറയുന്ന സമൂഹത്തിൽ നിന്ന് ഞാൻ നിന്നെ ഈ ദൈവജനത്തിന് മേൽ ഏറ്റവും വലിയവനാക്കാനുള്ള ഒരു വിളി നിന്റെ മേലുണ്ട്. അതുകൊണ്ട് ഗിദെയോനെ, പരാക്രമശാലിയെ, നീ ബലത്തോടെ പോകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലെ, നമ്മൾ ആരാധന കഴിഞ്ഞ് പോകുന്നത് ഒരു പുതിയ ബലത്തോടായിരിക്കണം, ഒരു പുതിയ ശക്തിയോടായിരിക്കണം, ഒരു പുതിയ കൃപയോടായിരിക്കണം, ഒരു പുതിയ ദർശനത്തോടായിരിക്കണം, ഒരു പുതിയ കാഴ്ചപ്പാടോടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ചെറിയ ഒരാളാണെന്ന് പറഞ്ഞ് മൂലയ്ക്ക് ഒതുങ്ങി ഇരുന്നിട്ട് ആരാധനയ്ക്ക് വന്ന് പോകരുത്. ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ പറയുമ്പോഴൊക്കെ പെട്ടെന്ന് കയറി പ്രാർത്ഥിക്കണം. എല്ലാവരോടും ഒരുമിച്ച് പ്രാർത്ഥിക്കരുത് കേട്ടോ, ഒരാളെ പ്രാർത്ഥിക്കുക. ആമേൻ. അപ്പോ ഇത് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് കയറി പ്രാർത്ഥിക്കണം. ഒരാൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂർ അല്പസമയം മൗനം ഉണ്ടായെന്ന് പറഞ്ഞതുപോലെ പലയിടത്തും പ്രാർത്ഥിക്കാൻ ആളുകളോട് പറഞ്ഞാൽ പിന്നെ ഒരു മൗനമാണ്. സൂര്യ നിലത്ത് വീണാൽ കേൾക്കാം. പക്ഷെ നമ്മുടെ സഭയിൽ അങ്ങനെയല്ല കേട്ടോ. ഞാൻ പറഞ്ഞാൽ തീരുന്നതിനകത്ത് പ്രിയമുള്ളവര് പ്രാർത്ഥിക്കും, പറഞ്ഞ് തീരുന്നതിനകത്ത് വാക്യമെടുത്ത് വായിക്കും. അതിനകത്തൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നിങ്ങൾ വാക്യമൊക്കെ വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, നേരത്തെ കൂട്ടി വല്ലതും വാക്യം നിങ്ങളോട് പറഞ്ഞിരുന്നോ എന്ന് ചിലപ്പോൾ ചിന്തിക്കാറ്. അങ്ങനെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് എടുത്ത് വായിക്കും. യോഹന്നാനെ ദൈവം അയച്ചപ്പോൾ ജനം ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ പാടി, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗം ഉണർന്ന്. ഒന്നുകൂടെ പാടിയേ, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വീണ്ടെടുക്കപ്പെട്ട കൂട്ടത്തിന്റെ ദൗത്യം ദൈവത്തിന്റെ വേല ചെയ്യുക എന്നുള്ളതാണ്. അത് പാസ്റ്റർമാരെ മാത്രം ഏൽപ്പിച്ചിരിക്കുന്ന ഒന്നല്ല ദൈവത്തിന്റെ വേല ചെയ്യാനുള്ളത്. ഇപ്പൊ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവജനത്തിനും ദൈവം ഏൽപ്പിച്ച ഒന്നാണ്. കാരണം ആമേൻ, ഇനി അധിക നാളില്ല. അന്ത്യകാലഘട്ടത്തിന്റെ അന്ത്യനാളിന്റെ അന്ത്യസമയത്ത് അന്ത്യനാഴികയിൽ നമ്മൾ ഇവിടെ എത്തിയിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഇനി നമ്മുടെ മുമ്പിൽ സമയമില്ല. അപ്പൊ ദൈവം യോഹന്നാനെ അയച്ചു. ദൈവം യോഹന്നാനെ അയച്ചപ്പോൾ യോഹന്നാന്റെ ശബ്ദം കേട്ട് ആളുകൾ കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറാണ്.
400 വർഷത്തിന് നിശബ്ദമായ ഒരു കാലഘട്ടം. മലാഖ്യം മുതൽ മത്തായി വരെയുള്ള ഒരു കാലഘട്ടം, ഒരു ഇരുണ്ട കാലഘട്ടം, ദൈവശബ്ദമില്ലാത്ത ഒരു കാലഘട്ടം എന്ന് പറയാം. ഒരു പ്രവാചകന്മാരും ദൈവം അയക്കാത്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എല്ലാവരും ദൈവശബ്ദത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടം. ദൈവം എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല, പ്രവാചകന്മാരോട് ദൈവം സംസാരിക്കുന്നില്ല എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടം, ഒരു ഇരുണ്ട കാലഘട്ടം എന്ന് പറയാം. ആ കാലഘട്ടത്തിലാണ് മരുഭൂമിയിൽ ആ ശബ്ദം കേൾക്കുന്നത്. വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ചില പ്രിയമുള്ളവരുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ചാത്തമറ്റത്ത് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഒന്നും ശരിക്കും പറയുന്നില്ലല്ലോ എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. ചാത്തമറ്റത്ത് വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. എവിടെ നിന്ന് ശബ്ദം കേൾക്കും? നമ്മളിൽ നിന്ന് ശബ്ദം കേൾക്കണം. ദൈവം ഈ കാലഘട്ടത്തിന് വേണ്ടിയിട്ടല്ലോ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. എസ്തേരെ ദൈവം നിന്നെ ഈ സ്ഥാനത്താക്കി വെച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തിന് വേണ്ടി കിട്ടാം. ദൈവം നിന്നെ രാജസ്ഥാനത്തെ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിന് വേണ്ടി കിട്ടാം. ഈ കാലഘട്ടത്തിൽ നീ മിണ്ടാതിരുന്നാൽ നിന്റെ ജനത്തിന് എവിടുന്നെങ്കിലും രക്ഷവരും. പക്ഷെ നീ നിന്റെ പിതൃഭവനം നശിച്ചു പോകും. മൊർദെഖായി എസ്തേറിനോട് പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ച്. കാരണം രക്ഷ ദൈവത്തിൻ്റെതാണ്. ദൈവം അത് തുടങ്ങി വെച്ചാൽ, ഒരുവൻ പരാജയപ്പെട്ടാൽ ദൈവം വേറൊരുവനെ എഴുന്നേൽപ്പിക്കും. ശൗൽ പരാജയപ്പെട്ടപ്പോൾ ദൈവം ദാവീദിനെ എഴുന്നേൽപ്പിച്ചു. ഗോലിയാത്തിന് മുമ്പിൽ ശൗൽ പരാജയപ്പെട്ടു. പക്ഷേ ദൈവം ദാവീദിനെ ഉപയോഗിച്ചു. ശൗൽ പരാജയപ്പെട്ടപ്പോൾ ദൈവം ദാവീദിനെ ഉപയോഗിച്ചു. ശൗൽ പരാജയപ്പെട്ടപ്പോൾ ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മളില്ലെങ്കിൽ വേറൊരാൾ ദൈവത്തിന്. നമ്മൾ പരാജയപ്പെട്ടാൽ ദൈവത്തിന്റെ പദ്ധതി പാതി വഴിയിൽ അവസാനിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ മലാഖ്യ മുതൽ ഈ കാലഘട്ടത്തിൽ ദൈവശബ്ദം കേൾക്കാനില്ല. ഇരുണ്ട കാലഘട്ടം എന്ന് വിളിക്കപ്പെടുന്നു. ആ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, മരുഭൂമിയിൽ ഒരു ശബ്ദം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന്റെ വൈദ്യുതി ശബ്ദമില്ലാത്തടത്ത് നീ ദൈവത്തിന്റെ ശബ്ദമായി മാറണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങാത്തടത്ത്, ദൈവത്തിന്റെ വചനം മുഴങ്ങാത്തടത്ത് നീ ദൈവത്തിന്റെ ശബ്ദമായി മാറണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ ശബ്ദമായി മാറണം. ഇപ്പോൾ സഭയിൽ ഓരോ വിശ്വാസിയും ദൈവം അയച്ച വ്യക്തിയാണ്. വിശ്വസിക്കുന്നെങ്കിൽ കര ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങളുടെ വീട്ടിൽ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിൽ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അയൽക്കാരുടെ ഇടയിൽ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ സഭയിൽ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ്. ചില പറയാറുണ്ട്, കർത്താവേ ഈ വീട്ടിലാണല്ലോ ഞാൻ വന്ന് ജനിച്ചത്. അംബാനിയുടെ വീട്ടിൽ ജനിച്ചായിരുന്നെങ്കിൽ അത് പറയത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. ഈ വീട്ടിലാണല്ലോ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. ദൈവമേ, ചില പറയാം മുടിയാനായിട്ടെന്നൊക്കെ പറയുക. പ്രൈസ് ദി ലോർഡ്. മുടിയാനായിട്ടല്ല ദൈവം നിന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. നീ വഴി ആ ഭവനം അനുഗ്രഹിക്കപ്പെടാൻ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ആ ഭവനത്തിനകത്ത് ചിലത് ചെയ്യാനുണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഈ നശിച്ച നാട്ടിൽ നിന്നും മാറിയാൽ കൊള്ളാം.
പ്രൈസ് ഇവിടുന്ന് മാറിപ്പോണം. പ്രൈസ് ദി ലോർഡ്. ആ നശിച്ച നാട് നീ കാരണം അനുഗ്രഹിക്കപ്പെടാൻ നിന്റെ പ്രാർത്ഥന കൊണ്ട്, നിന്റെ ഉപവാസം കൊണ്ട്, നിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നിന്റെ സാക്ഷ്യം കൊണ്ട് ആ ദേശം അനുഗ്രഹിക്കപ്പെടാൻ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചില തകർന്ന ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് സർക്കാർ ചിലരെ നിയോഗിക്കാറുണ്ട്. ചില ഉദ്യോഗസ്ഥന്മാർ തകർന്നു കിടക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്. പക്ഷെ അന്നേരം ദൈവം അപ്പോൾ ഉദ്യോഗസ്ഥനെ പോകാൻ ബുദ്ധിമുട്ട് കാണും. കാരണം മുഴുവൻ അടിമുടിയെല്ലാം തകരാറായി കിടക്കുകയാണ്. ഫയലുകളൊന്നും നീങ്ങുന്നില്ല. കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ വായിച്ചതാ, സർക്കാർ ഓഫീസിൽ നിന്ന് ഫയൽ എടുത്തപ്പോൾ, ഇപ്പോഴൊന്നും അല്ല, ഒരുപാട് വർഷങ്ങളായി, മൂർഖം പാമ്പ് ഫയലിനകത്തുനിന്ന് ഇറങ്ങി പിന്നെ ചാടി പണം പെടുത്തി. കാരണം അതിൻ്റെ അർത്ഥം എന്താ, കുറെ നാളായിട്ട് ആ ഫയല് തൊട്ടിട്ടില്ല. അതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക്, തകർന്നു കിടക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ചില ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെന്റ് അയക്കും. അത് നന്നാക്കാൻ, നശിപ്പിക്കാനല്ല, നശിക്കാനല്ല, സ്വയം നശിക്കാനല്ല. ചില തകർന്നു കിടക്കുന്ന ചില സഭയിലേക്ക് പാസ്റ്റർമാരെ ദൈവം അയക്കാറുണ്ട്. അത് ആ സഭ പണിയാനാണ്, സഭയ്ക്ക് ഉണർവുണ്ടാകാൻ, സഭയ്ക്ക് എല്ലാവരും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനാണ്. ഉറങ്ങിക്കിടക്കുന്ന ചില സഭകളിലേക്ക് ആത്മാവിൽ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാ കൂട്ടായ്മകളിലും വരുന്ന ചില ദൈവമക്കളെ ദൈവം ആക്കി വെക്കാറുണ്ട്. കാരണം നീ ചെന്നിട്ട് വേണം സഭയ്ക്കൊരു ഉണർവ്. കരിക്കട്ടകളുടെ ഇടയിൽ നീ ഒരു കനലായാൽ മതി. ആ അടുത്ത് കിടക്കുന്ന കരിക്കട്ടകൾ മുഴുവനും കനലായി മാറും. പക്ഷേ നീ അവിടെ ചെന്നിട്ട് മൊത്തം കരിക്കട്ടയാണ് എന്ന് പറഞ്ഞ് നീ കരിക്കട്ടയാകരുത്. അതിനല്ല ദൈവം നിന്നെ അവിടെയൊക്കെ ആക്കി വെച്ചേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചില പറയാറുണ്ട്, ഒരു ആത്മീയവും ഇല്ല, ഒരു ആത്മീയതയും ഇല്ല, ഒരു ഉണർവും ഇല്ല, ഒരു സ്തോത്രവും ഇല്ല, ഒരു ആരാധനയും ഇല്ല. ദൈവത്തിന്റെ പൈതലെ, ദൈവം നിന്നെ അവിടെയൊക്കെ ആക്കി വെച്ചേക്കുന്നത് നീ കാരണം ആ സഭയ്ക്കൊരു ഉണർവുണ്ടാകാനാണ്. നീ പരാതി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അവിടെ പോരാ, അവിടെ ഇന്ന വിഷയങ്ങളാണെന്ന് നീ നെഗറ്റീവ് കാണരുതേ, നീ പോസിറ്റീവ് കാണും. ദൈവം നിന്നെ ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സഭയിൽ ഓരോ വിശ്വാസിയെ ദൈവം അയച്ചിരിക്കുന്നത്, ഓരോ ഭവനത്തിലേക്കും ദൈവം നമ്മളെ ആക്കി വെച്ചേക്കുന്നത്, ഓരോ ദേശത്തേക്കും ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന് ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുക. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, യോഹന്നാനെ, അങ്ങേക്ക് അതറിയാം. അതെന്താണ്? യോഹന്നാൻ അതറിയാമായിരുന്നു. യോഹന്നാൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ വേറെ ശബ്ദം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നെ ഉപയോഗിക്കുന്നെങ്കിൽ ഒന്നിനും പ്രശംസിക്കാൻ ഒന്നിനും കാര്യമില്ല. പ്രശംസിക്കൽ. ഒരുപാട് ആളുകൾ എന്നോട് പലപ്പോഴും നന്ദി പറയാറുണ്ട്. ഞാൻ ഈ ചാരിറ്റിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേര് നന്ദി പറയാറുണ്ട്. ഞാൻ പറയും, നന്ദി എന്നോട് പറയണ്ട, ദൈവത്തോട് പറഞ്ഞാൽ മതി. കാരണം ദൈവമാണ് മുഖാന്തരങ്ങൾ ഒരുക്കുന്നത്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. മറ്റൊരു മതപശ്ചാത്തലത്തിൽ നിന്നാണ് ആ കുടുംബം വന്നത്. എനിക്ക് തോന്നുന്നു മാർച്ച് 29 അങ്ങാണ്ടാണെന്ന് തോന്നുന്നു അവസാനമായിട്ട് സമയം അവർക്ക് ചില ആളുകൾ വിധിച്ചിരുന്നു. ചില സാമ്പത്തിക ഇടപാടുണ്ട്. അവർ നിന്ന മതപശ്ചാത്തലത്തിൽ അവിടത്തേക്ക് കുറച്ച് പൈസ ഇവർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവര് ഒരു അന്ത്യശാസ്ത്രം കൊടുത്തിരുന്നു. ആ പൈസ കൊടുത്തില്ലെങ്കിൽ അന്നേ ദിവസം അവരെല്ലാവരുടെ വീട്ടിൽ കയറി വരുമെന്ന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം എങ്ങനെ കൊടുക്കും, എവിടുന്ന് കൊടുക്കും ഈ പൈസ? പക്ഷെ അതിനു മുമ്പ് തന്നെ അവരുടെ അക്കൗണ്ടിൽ നമ്മൾ ഏകദേശം 5,80,000 രൂപ, ഞാനല്ല കേട്ടോ, ഒരു പൈസ പോലും
നമുക്കറിയാമല്ലോ, നമ്മുടെ ചർച്ചിലെ പണിക്ക് വേണ്ടി വന്ന പൈസയിൽ ഒരു പൈസ പോലും ഞാൻ എൻ്റെ അക്കൗണ്ടിൽ സ്വന്തം വാങ്ങിയിട്ടില്ല. കാരണം നാളെ ദൈവസഭ പറയരുത്, ആരും ഒരാൾ പോലും പറയരുത് കുറെ പൈസ പാസ്റ്ററുടെ അക്കൗണ്ടിൽ വന്നു, പാസ്റ്റ് കുറച്ച് പൈസ എടുത്തിട്ട് ബാക്കി പൈസ തന്നുള്ളൂ എന്ന് ഒരു മനുഷ്യൻ പോലും പറയരുത്. അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സഭയിലുള്ള പ്രിയമുള്ളവരുടെ അക്കൗണ്ടുകളിലേക്കാണ് പൈസ വന്നത്. ഒരു പൈസ പോലും ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല. പൈസകളെല്ലാം ആമേൻ ഇതിന്റെ പണിയുടെ നടത്തിപ്പുകാരനായി നമ്മുടെ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന വിൽസം ബ്രദറും പൈസ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ആ പൈസകളൊക്കെ ആമേൻ ചില പൈസകളൊക്കെ നേരിട്ട് കൈവരിച്ചിട്ടുണ്ടാകാം. പക്ഷെ ആ പൈസകളൊക്കെ ആരുടെ അക്കൗണ്ടിലേക്കാണോ പൈസ വന്നത് അവരെ കൊണ്ട് അവര് ഓരോ ആവശ്യങ്ങൾക്ക് പൈസ അയപ്പിക്കുകയായി. ഞാനൊരു പൈസ പോലും കൈകൊണ്ട് തൊട്ടിട്ടില്ല. എൻ്റെ അക്കൗണ്ടിൽ ഒരു പൈസ പോലും വന്നിട്ടുമില്ല. കാരണം നാളെ സഭയിൽ പറയരുത് പാസ്റ്റർ കുറച്ച് പൈസ അക്കൗണ്ടിൽ വന്നു, അതെല്ലാം എടുത്തിട്ടാണ്. അപ്പൊ നമ്മൾ സഹായിക്കുന്ന ഒരു വ്യക്തിയുടെ പൈസ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഒരു രൂപ പോലും വാങ്ങിക്കത്തില്ല. അവരുടെ അക്കൗണ്ടിലാണ് ഈ പൈസ വരുന്നത്. ഞാനൊരു പൈസ പോലും കൈകാര്യം ചെയ്തില്ല, എടുക്കുകയില്ല. അപ്പോൾ ആ നിശ്ചയിച്ച അതേ ദിവസമായപ്പോൾ ഈ സഹോദരി ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക്, കൊടുക്കാനുള്ളവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനായി തുടങ്ങിയപ്പോൾ ആളുകൾ അമ്പരന്ന് പോയി. ഇതെങ്ങനെ സംഭവിച്ചത്? കരയുയർത്തി സ്തോത്രം ചെയ്ത നമ്മൾ അവർക്കിപ്പോൾ ഒരു വീട് പണിയുകയാണ്. അവിടെ വീട് ഉത്തരം എല്ലാം കൂടി ഇങ്ങനെ ഇളകി, ഓടെല്ലാം കൂടി ഇങ്ങനെ പൊടിഞ്ഞ് എല്ലാം ഒന്നുമില്ല, കെടുക്കോലൊന്നുമില്ല. എങ്ങനെയോ ഒരു ദൈവം അദൃശ്യമായിട്ട് ഈ ഭൂമിയെ താങ്ങി നിർത്തിയിരിക്കുന്നത് പോലെ ഈ ഓടല്ല എന്തോ ഇങ്ങനെ അദൃശ്യമായിട്ട് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. എപ്പോ വേണമെങ്കിലും പോകാം, താഴെ വീഴാം, കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വീഴാം. പിന്നെ ദൈവം അത് താങ്ങി നിർത്തിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടി വീട് പണിതപ്പോൾ ഞാൻ ഈ പറയുന്നത് യൂട്യൂബിൽ ഇടുന്നതാണ്, ആ സഹോദരി കേൾക്കാൻ സാധ്യതയുണ്ട്. കാരണം എൻ്റെ വീഡിയോകളൊക്കെ അവർ കാണാറുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ വീട് പണിതപ്പോൾ അവർക്ക് വേണ്ടിയിട്ടല്ല വീട് വന്നത് എങ്കിലും ഞാൻ പറഞ്ഞു, അവരോട് തുക പറഞ്ഞിട്ടില്ല. തുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് കൂടെ കേൾക്കാൻ സാധ്യതയുണ്ട് അവര്, എങ്കിലും പറയുകയാണ് 8 ലക്ഷം രൂപയാണ് ആ വീടിന് വേണ്ടി സ്പോൺസർ ചെയ്തത് ഒരു സഹോദരൻ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കുന്ന പൈസ നിങ്ങളുടെ അക്കൗണ്ടിലാണ്. പക്ഷെ ആ പൈസ കൊണ്ട് നമ്മൾ പറയുന്ന പ്ലാനിൽ വീടുണ്ടാക്കും. 450 സ്ക്വയർ ഫീറ്റ് ആണ് പഞ്ചായത്തിന്റെ വീട്. 420 450 കണ്ട ഇതേ പ്ലാനിൽ മാത്രമേ വീടുണ്ടാക്കാവൂ. കാരണം നിങ്ങൾ കുറച്ചുകൂടെ നാളെ 750 ആക്കിയിട്ട് പാസ്റ്റർ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ നല്ലൊരു വീടായിരുന്നു, വലിയ കൊട്ടാരമായിരുന്നു, അത് പൊളിച്ചിട്ടിട്ട് ഒരാളൊന്നും പറയില്ല കേട്ടോ, എങ്കിലും ഞാൻ പറയാ, അത് പിന്നെ ഇതെല്ലാം കൂടെ പൊളിച്ചിട്ടിട്ട് പിന്നെ അത് പാസ്റ്റർ അത് പറഞ്ഞുകൊണ്ടാകട്ടോ, നല്ല വീടായിരുന്നു, ഒന്നാന്തര വീടായിരുന്നു, ഞങ്ങൾക്ക് ഒരു 50 വർഷം കൂടെ താമസിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് 750 സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ടാക്കിയിട്ട് ഇത് പണിതിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടുപോകും. അപ്പൊ ഞാൻ പറഞ്ഞു, എഞ്ചിനീയറൊക്കെ നിങ്ങൾ വിളിച്ചു, ഞാൻ വരും, സംസാരിക്കും, പ്ലാൻ ഉണ്ടാക്കും. ഞാൻ പ്ലാൻ പറഞ്ഞതിന് ശേഷം വേണം ഉണ്ടാക്കാൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ വീട് പണിയുമ്പോൾ ആർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും എന്നോട് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. കാരണം നാളെ ആ പൈസ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്ത് ചെലവഴിച്ച് വീട് പണി പൂർത്തീകരിക്കാതെ വരരുത്. അതുകൊണ്ട് എന്നോട് പറയണം, മണലിന് എത്ര രൂപ കൊടുത്തിട്ടുണ്ട്, കൊടുക്കട്ടെ പാസ്റ്റേ, കൊടുത്തോളാൻ പറയും. എന്താ നമ്മൾ കൊടുക്കണ്ടെന്ന് പറയില്ല. പാറയ്ക്ക് എത്ര രൂപ കൊടുക്കാറുണ്ട്, സിമെന്റ് കട എത്ര രൂപ കൊടുക്കാറുണ്ട്, ടൈൽസ് കട എത്ര രൂപ ഉണ്ട്, പാസ്റ്റേ കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് കൊടുക്കാവൂ. അതുകൊണ്ട് ആമേൻ, എന്തോ കാര്യം പറഞ്ഞു വന്നപ്പോഴാണത് പറഞ്ഞു വന്നത്. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം. അപ്പോഴേ ഞാൻ പറഞ്ഞു വന്നത്, അവരുടെ അക്കൗണ്ടിൽ പൈസ വന്നു, അവർ ആ പൈസകളെല്ലാം ഇത് ചെയ്തു. ദേശത്തിന് അത്ഭുതം. ഈ നന്ദി പറയുന്ന കാര്യമാണല്ലോ പറഞ്ഞു വന്നേ. എന്റെ കൂടെ പഠിച്ചതായ വിനിയസ്കറിയ എന്ന് പറയുന്ന ദൈവദാസനാണ് ഇവരുടെ കാര്യം ഇവരോട് എന്നോട് പറഞ്ഞത്. പക്ഷെ ഇവര്
പറയാതെ ഞാനും മിനിസ്കറിയ പാസ്റ്ററുമായിട്ടൊരു ബന്ധമുണ്ടെന്നോ, മിനിസ്കറിയ പാസ്റ്റർ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. മിനിസ്കറിയ പാസ്റ്റർ സഭയിലായിരുന്നു ഈ കുടുംബം ഉണ്ടായിരുന്നു. ഒരു ഞായറാഴ്ച ഒരു ദിവസം ഒരു ദർശനം കണ്ടു. മിനിസ്കറിയ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ താടിയുള്ള നീളമുള്ള ഒരാളെ കൊണ്ടുവന്ന് വീടിന് മുമ്പിൽ കൊണ്ട് കാണിച്ചിട്ട് വീട് ചൂണ്ടിക്കാണിച്ചിട്ട് മിനിസ്കറിയ പാസ്റ്റർ പോകുന്നതായിട്ട് ഒരു ദർശനം കണ്ടു. ആ ഞായറാഴ്ച അവരുടെ സഭയിൽ പറഞ്ഞു, മിനിസ്കറിയ പാസ്റ്റർ ദൈവദാസനുമായിട്ട് വന്നിട്ട് ഞങ്ങളുടെ വീടിന് മുമ്പിൽ വെച്ച് ഞങ്ങളുടെ വീട് ചൂണ്ടിക്കാണിച്ചിട്ട് പോയി. കാരണം ഞാൻ മിനിസ്കറിയ പാസ്റ്റർ ഒരുമിച്ച് പോയിട്ടില്ല. മിനിസ്കറിയ പാസ്റ്റർ വിളിച്ചു പറഞ്ഞ് എന്റെ വീടുണ്ട്, എന്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. അങ്ങനെ ഞാൻ അവിടെ. പക്ഷെ പിന്നീട് അത് സംഭവിച്ചു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തതാട്ടെ. നമ്മളെ സഹായിക്കുന്ന പലരും ദൈവം ഒരു ദൂതനെ അയക്കുന്നു എന്ന് ദൈവം അവരോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളത്, ഞാൻ പറഞ്ഞത്, പക്ഷേ നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ ഉപകരണം മാത്രമാണ്. യോഹന്നാൻ ദൈവത്തിന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമായിരുന്നു. ദൈവത്തിന്റെ കയ്യിലെ ദൈവത്തിന്റെ ശബ്ദം മാത്രമായിരുന്നു. യോഹന്നാൻ പറഞ്ഞു, യോഹന്നാനോട് ചോദിച്ചു, നീ ക്രിസ്തുവാണോ? ഞങ്ങളോട് പറയുക. യോഹന്നാൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, ഞാൻ ഒരു ശബ്ദം മാത്രമാണ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന്റെ പൈതലേ, നമ്മളെല്ലാം ശബ്ദം മാത്രമാണ്. ദൈവത്തിന്റെ ശബ്ദം മാത്രമാണ്. നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല, നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല, നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് യേശു കർത്താവിനെയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശബ്ദത്തിനൊരു ദൗത്യമുണ്ട്. അത് ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടാനുള്ളതാണ്. നമ്മുടെ ശബ്ദം നമ്മളെ നോക്കാനല്ല പറയുന്നത്, അതും പറയണം. നമ്മുടെ സാക്ഷ്യം വെച്ചുകൊണ്ട് പറയണം. അബ്രഹാമിനെ കുറിച്ച് കിത്തിരി പറഞ്ഞു, നീ ഞങ്ങളുടെ ദൈവത്തിന് പ്രഭുവാണ്. ഈ ദൈവത്തെ അറിയാത്ത ജനം അതിരാവിലെ കാണുന്ന ഒരു കാര്യം, കൂടാരത്തിന് മുമ്പിൽ ദൈവത്തെ ആരാധിക്കുന്ന അബ്രഹാമിനെയാണ്. അബ്രഹാമിന് ആ ദേശത്ത് സാക്ഷ്യമുണ്ടായിരുന്നു. അബ്രഹാമിന്റെ ദൈവത്തെ അവർക്കറിയില്ല, അനുഭവമില്ല. പക്ഷെ അബ്രഹാമിലൂടെ ദൈവത്തെ അവർക്കറിയാമായിരുന്നു. അബ്രഹാമിലൂടെ ദൈവത്തെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാണ്. സ്വന്തം ഭാര്യ അടക്കേണ്ടതിന് ഗുഹ ചോദിച്ചപ്പോൾ, അവൻ സ്ഥലം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതാണ്, നീ ഞങ്ങളെടുത്തോ, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാണ്. പ്രൈസ് ദി ലോർഡ്. സ്വാഭാവികമായി ദൈവത്തോട് അബ്രഹാമിനോട് അവർ ചോദിച്ചു കാണും, നീ ആരാധിക്കുന്നത് ആരെയാണ്? നീ പറയുന്ന ആരെയാണ്? പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ആമേൻ. നീ പറയുന്ന യഹോവ ആരാണ്? അവന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. നമ്മൾ ഉൽപ്പത്തിയിലേക്ക് വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, യഹോവയുടെ നാമത്തിൽ അബ്രഹാം ആരാധിച്ചു കാണും. ആരാധന, പ്രൈസ് ദി ലോർഡ്. ആരാധിച്ചപ്പോൾ യഹോവ എന്നുള്ള വാക്ക് അബ്രഹാം പറഞ്ഞു കാണും. പക്ഷേ ഹല്ലേലൂയ, അബ്രഹാമിലൂടെ അവർ കേട്ടു യഹോവ ആരാണ്. നമ്മുടെ ആത്മജീവിതത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ട നമ്മുടെ കർത്താവിനെയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു. ഹല്ലേലൂയ. ഞാൻ അവന് വേണ്ടി വഴിയൊരുക്കാൻ വന്നതാണ്. ഈ നിങ്ങൾ കേൾക്കുന്നതായ മരുഭൂമിയിലെ ശബ്ദമുണ്ടല്ലോ, അത് ക്രിസ്തുവിലേക്ക്, അവനിലേക്ക് വിരൽ ചൂണ്ടുന്ന ശബ്ദമാണ്. ഈ ലക്ഷ്യത്തിന്റെ, ഈ ശബ്ദത്തിന്റെ ലക്ഷ്യം, അവൻ വളരണം, ഞാനോ കുറയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരങ്ങൾക്ക് സ്തോത്രം ചെയ്താട്ടെ. അവൻ വളരണം, ഞാനോ കുറയണം. ഒരിക്കലും ഈ ശബ്ദം നേർത്തില്ലാതെ വരും. ഹെരോദാവിന്റെ തടങ്കൽ പാളയത്തിനകത്ത്, ജയിലിനകത്ത് ഈ ശബ്ദം അവസാനിക്കും. അത് യോഹന്നാൻ അന്ന് അറിയില്ല.
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ദൈവത്തിന് ഒരുപക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. 12 അപ്പോസ്തലന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തില്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കിയേ. എന്റെ മനസ്സിലേക്ക് ഇപ്പൊ വരുന്ന ചിന്തയാണ്, ഒരാളെ യോഹന്നാൻ സ്നാപകനെ തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ? അല്ലേ? പെന്തക്കോസ്ത് നാളിൽ പത്രോസിന് പകരം യോഹന്നാൻ പ്രസംഗിക്കുമായിരുന്നല്ലോ. കുറെ കൂടെ ആത്മാക്കൾ രക്ഷിക്കപ്പെടുമായിരുന്നല്ലോ. ഈ പത്രോസിന്റെ ഈ മുക്കുവ ഭാഷയിലുള്ള ഗലീല ഭാഷയിലുള്ള ഈ ശബ്ദമൊക്കെ കേൾക്കുന്നതിനേക്കാൾ നല്ലത് ഒരിക്കൽ മരുഭൂമിയിൽ മുഴങ്ങിയ തീഷ്ണമേറിയ ശബ്ദം, ഏലിയാവിന്റെ ആത്മാവോടുകൂടി വരുന്ന ഈ മനുഷ്യൻ, ഏലിയാവിന്റെ ശബ്ദത്തോടെ കൂടെ വന്നതായിരിക്കുന്ന മനുഷ്യൻ. ഏലിയാവിന്റെ ശബ്ദം ഭയങ്കര ശബ്ദമായിരുന്നു, തുളച്ചു കയറുന്ന ശബ്ദമായിരുന്നു. ഈ ശബ്ദത്തോടുകൂടെ വന്നതായ യോഹന്നാൻ സ്നാപകനെ പെന്തക്കോസ്ത് നാളെ നിർത്തിയിരുന്നെങ്കിൽ കുറെ കൂടെ ആളുകൾ രക്ഷിക്കപ്പെടുമായിരുന്നില്ലേ? ഈ ശബ്ദം കേട്ടപ്പോൾ എത്രയോ 10,000 യോർദാനിൽ സ്നാനപ്പെട്ടത്. പട്ടാളക്കാരും അത് ചോദിച്ചില്ലേ, ഞങ്ങൾ എന്ത് ചെയ്യണം പ്രഭോ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിങ്ങൾ അന്യായമായിട്ടൊന്നും മാറ്റരുത്, ബലാത്കാരമായിട്ടൊന്നും ചെയ്യരുത്. അങ്ങനെയെങ്കിൽ ദൈവം എന്തുകൊണ്ട് നമ്മുടെ യോഹന്നാൻ സ്നാപകനെ നിർത്തിയില്ല? ആമേൻ. പക്ഷെ യോഹന്നാന്റെ സമയം കർത്താവിന്റെ ശുശ്രൂഷയുടെ തുടക്കം വരെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കാരണം യോഹന്നാൻ അവസാനിപ്പിച്ചെടുത്ത് കർത്താവ് ആരംഭിച്ചു. യോഹന്നാൻ ആരംഭിച്ചത് ഇങ്ങനെയാണ്: മാനസാന്തരപ്പെടുക. യോഹന്നാന്റെ ഏറ്റവും അവസാനത്തെ ശബ്ദം, ഹേരോദാവേ, നീ മാനസാന്തരപ്പെടുക, നീ ചെയ്യുന്നത് ദൈവഗീതമല്ല. നീതിയുടെ ശബ്ദമായി. കർത്താവിന്റെ ശബ്ദവും ഇതാണ്: മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം യോഹന്നാനോട് അനുമതി ചെയ്തോ? ഇല്ല. പക്ഷേ യോഹന്നാന്റെ വിളി അവിടെ വരെ ഉള്ളതേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവിടെ വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കാരാഗൃഹത്തിലാണ്. വേദനയുടെ നിമിഷങ്ങൾ പോകുന്നു. ആരും സഹായിക്കാനില്ല, ആരുമില്ല, സന്ദർശകരില്ല. യേശു ഒരിക്കൽ പോലും ആ കാരാഗൃഹത്തിന്റെ പടിവാതിൽക്കൽ ഒന്നും ചെന്നില്ല. മനസ്സിനകത്ത് വേദന തോന്നി, ചോദിച്ചു, വരുവാനുള്ളവ നീയോ? അല്ല, ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടാണെന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ. ഏലിയാവിന് ഇത് തന്നെയല്ല സംഭവിച്ചത്. ഞാൻ മാത്രമേ പിതാവേ, ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ചൂരച്ചെടിയുടെ കീഴിൽ എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ അതേ സാഹചര്യമല്ലേ യോഹന്നാൻ സ്നാപകന് കാരാഗൃഹത്തിലുണ്ടായത്? ഇതൊരു ശബ്ദം മാത്രമാണ്, ക്രിസ്തുവിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ശബ്ദം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ശബ്ദം ക്രിസ്തുവിനെ കാണിക്കുക എന്നുള്ളതാണ്. ആ ദൗത്യം കഴിഞ്ഞ പ്രിയമുള്ളവർ. നമ്മൾ പല ദൈവദാസന്മാരെ കുറിച്ച് കേട്ടിട്ടില്ലേ? നന്നായി ശോഭിച്ചു നിൽക്കുന്ന പല ദൈവദാസന്മാരും വാഹന അപകടത്തിൽ മരിച്ചു. ഞെട്ടലോടെയാണ് നമ്മൾ കേൾക്കുന്നത്. അറ്റാക്ക് വന്ന് മരിച്ചു. ഞെട്ടലോടെയാണ് നമ്മൾ കേൾക്കുന്നത്. ഓ ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ല, കർത്താവ് എന്താണ് സംഭവിച്ചത്? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട പല പ്രിയമുള്ളവരും പെട്ടെന്ന് മരിക്കുന്ന വാർത്ത കേട്ട് നമ്മൾ പുറകിൽ ചെന്നിട്ടില്ലേ? നമ്മൾ ചോദിച്ചിട്ടില്ലേ, എന്താ ഇങ്ങനെ കർത്താവേ?
പക്ഷെ അദ്ദേഹത്തിന് ദൈവത്തിന്റെ വിളിയും പദ്ധതി അവിടം വരെ ഉള്ളൂ. അതിൽ ഒരു സെക്കൻഡ്, ഒരു വരക്കപ്പുറം ഇല്ല പ്രിയമുള്ളവരെ. അദ്ദേഹത്തിന്റെ സമയം പൂർത്തിയായപ്പോൾ ദൈവം വിളിച്ചു, ഇനി ആ ശുശ്രൂഷ ചെയ്യാൻ മറ്റൊരാണ്. പല ദൈവദാസിമാരും വാഹനാപകടത്തിൽ മരിച്ചിട്ടില്ലേ? ദൈവവചനം ശുശ്രൂഷിച്ചുള്ള മടക്കി യാത്രയിൽ വാഹനാപകടത്തിൽ മരിച്ച വാർത്തകളൊക്കെ കേട്ടപ്പോൾ നമ്മൾ വേദനിച്ചിട്ടുണ്ട്. കർത്താവേ, എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ചിലപ്പോൾ ചിലരൊക്കെ ചോദിക്കും, എന്തോ പാപം ചെയ്തിട്ടാണ്. അതൊന്നും അല്ല പ്രിയമുള്ളവരെ. യോഹന്നാൻ എന്ത് പാപം ചെയ്തിട്ടാ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത്? ഹെരോദാവിന്റെ വാള് കൊണ്ട് വെട്ടിക്കൊല്ലാനുള്ള കാരണം എന്താ? യോഹന്നാന് കൊല്ലാൻ താല്പര്യം, ആമേൻ, ഹെരോദാവിന് കൊല്ലാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ നമുക്കറിയാമല്ലോ, ആമേൻ, അവിടെ സംഭവിച്ചെന്താണ്? യോഹന്നാന്റെ തല ഒന്ന് താളത്തിൽ വെച്ച് തരണം. പ്രിയമുള്ളവരെ, ആ ദൈവത്തിന്റെ ഒരു പദ്ധതി ദൈവം അനുവദിച്ചില്ലെങ്കിൽ ആ പെണ്ണിന് അത് ചോദിക്കാൻ പറ്റുമോ? ശൃംഗത്തിന്റെ വായ അടച്ചവൻ ആ പെണ്ണിന്റെ വായ അടയ്ക്കാൻ ദൈവത്തിന് കഴിയില്ലേ? എല്ലാവരും എന്തോ അപ്പോ എന്ന് പറഞ്ഞേ. സിംഹത്തിന്റെ വായ അടച്ചവന് ആ പെണ്ണിന് വായ അടയ്ക്കാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, വായ അടഞ്ഞല്ലോ. ഒരു അവിശ്വാസന ബന്ധം. യോഹന്നാന്റെ അപ്പനായിരിക്കുന്ന സക്കരിയ പുരോഹിതന്റെ വായ അടഞ്ഞോ? വായ തുറന്നോ? പേര് യോഹന്നാൻ എന്ന് എഴുതി കാണിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ ദൈവം വായ അടച്ചില്ല. കാരണം ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ഒന്നാണ് യോഹന്നാന്റെ ശബ്ദം ഇവിടം വരെ ഉള്ളൂ എന്നുള്ളത്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ദൈവദാസന്മാരും ദൈവത്തിനോട് പ്രയോജനപ്പെടുന്ന ദൈവമക്കളും ഒക്കെ പെട്ടെന്ന് ഈ ലോകം വിട്ടു പോകുമ്പോൾ ദൈവം കൊണ്ടുപോകാനുള്ള ചില മുഖാന്തരങ്ങളാണ് വാഹനാപകടങ്ങളും അറ്റാക്കും ഒക്കെ. ആമേൻ. ആ കേൾക്കുന്ന ശബ്ദം എവിടെ നിന്നാണ്? മരുഭൂമിയിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത്. യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, മരുഭൂമി യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ. ആ മരുഭൂമി നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല. ഈ മരുഭൂമി നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ ഇല്ലേ? ഈ മരുഭൂമി ഇന്നത്തെ ആത്മീയ മണ്ഡലത്തിൽ ഇല്ല. ഈ മരുഭൂമി ആത്മീയ വരൾച്ചയില്ലാത്ത ഒരു ആത്മീയ മണ്ഡലം, ആത്മീയ വരൾച്ചയുള്ള അഥവാ ദൈവസ്നേഹം ഇല്ലാത്ത ഒരു ആത്മീയ മരുഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആരാധന നടക്കുന്നു ആലയത്തിൽ. നമുക്ക് യെരൂശലേം ദേവാലയത്തിൽ യാഗത്തിന് കുറവൊന്നുമില്ല, യാഗമൃഗത്തിന് കുറവൊന്നുമില്ല, പുരോഹിതന്മാർക്ക് കുറവൊന്നുമില്ല, നടത്തിപ്പിന് കുറവൊന്നുമില്ല, പൈസയ്ക്ക് കുറവൊന്നുമില്ല. ആലയം വളരുന്നുണ്ട്. കാരണം ഒരു ഭാഗത്ത് യോഹന്നാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആലയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. കർത്താവിന്റെ കാലത്തോട് അവസാനിച്ചില്ല. ആലയത്തിന്റെ പണി യെരൂശലേം ദേവാലയത്തിന് നശിപ്പിക്കുന്നതിന് 4-5 വർഷങ്ങൾക്ക് മുമ്പം കണ്ട അതിന്റെ പണി തീർന്നത്. അപ്പൊ ഹെരോദാവിന്റെ പണം കൊണ്ട് ആലയത്തിന് പണി നടക്കുന്നുണ്ട്. പക്ഷേ മരുഭൂമി ദൈവ സ്നേഹമില്ലെന്നേ. നമ്മൾ ആ ഒരു ഭാഗത്തോട് ചിന്തിച്ച് നമ്മൾ അവസാനിപ്പിക്കും. നിരാശയാണ് ആലയം മുഴുവൻ. കാരണം റോമൻ സാമ്രാജ്യത്തിന്റെ അധികാരത്തിനകത്ത് കിടക്കുകയാണ് ഈ ദൈവജനം. ഒരു സ്വാതന്ത്ര്യമില്ല, അടിമത്തത്തിൽ കിടക്കുകയാണ്. ഒരു മിശിഹായിക്ക് വേണ്ടി കരുതി പ്രാർത്ഥിക്കുകയാണ്. പ്രതീക്ഷകൾ മുഴുവനും നഷ്ടപ്പെട്ട് ഒരു ഭാഗത്ത് ദൈവാലയത്തിലെ അഴിമതി, കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കള്ളന്മാരുടെ ഗുഹ. സാധാരണപ്പെട്ട ദൈവജനത്തിന് നിരാശയാണ് ആലയത്തിലേക്ക് വരുമ്പോൾ. അന്ന ഏലി പുരോഹിതൻ നയിച്ച ആലയത്തിലേക്ക് വന്നപ്പോൾ
നിരാശപ്പെടാനുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ടായി. ജാതികളെ പ്രാകാരം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം, സകല ജാതികളെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് കച്ചവടം നടന്നുകൊണ്ടിരിക്കുക. ആലയത്തിനകത്തായി ഇപ്പൊ കച്ചവടം, നേരത്തെ പുറത്തായി. നമ്മൾ കണ്ടിട്ടില്ലേ പല ആരാധനാലയങ്ങളിലും ആമേൻ ഇങ്ങനെ ഉത്സവങ്ങളും മറ്റുമൊക്കെ വരുമ്പം ആമേൻ ആലയത്തിന് പുറത്താണ്, അല്ലെങ്കിൽ അവരാരാധിക്കുന്ന അവരുടെ ആരാധനാലയത്തിന് പുറത്താണ് ഈ കച്ചവടമൊക്കെ നടക്കുന്നത്. ആരും സമ്മതിക്കത്തില്ല ആലയത്തിനകത്ത് കച്ചവടം ചെയ്യാൻ. പക്ഷെ അത്ര ആത്മീയ അധപ്പതനം ആ കാലഘട്ടത്തിൽ വന്നപ്പോൾ ആലയത്തിനകത്ത് കച്ചവടമായി. ആരാതിനെ കൊത്താശ ചെയ്യുന്ന? മഹാപുരോഹിതനാണ്. ഇതിന്റെയൊക്കെ ലാഭം മഹാപുരോഹിതന്റെ കയ്യിലേക്കാണ് പോകുന്നത്. പാവപ്പെട്ട ദൈവജനം അവിടുന്ന് ഒരു ആടിനെ കൊണ്ട്, ഊനമില്ലാത്തതിനെ കൊണ്ട് ആലയത്തിലേക്ക് വരുകയാണ് യാഗമർപ്പിക്കാൻ, യാഗമൃഗമായി. പുരോഹിതന്റെ ആളുകൾ വന്ന് നോക്കിയിട്ട് പറയും, ഇതിന് ആമേൻ അത് ചിന്ന പോലും കുഴപ്പമുണ്ട്. കൊണ്ടുവന്ന ആള് പറയും, ഒരു കുഴപ്പമില്ല, ഞങ്ങളിത് കഷ്ടപ്പെട്ട് ഇത് കൊണ്ടുവന്നില്ല, ഞങ്ങൾ നോക്കിയിട്ട് ഒരു ഊനമില്ലായിരുന്നു. പുള്ളി നോക്കിയിട്ട് പറയും, ഇത് ആട് ഊനമുണ്ട്, അതിന്റെ ചെവി ഇപ്പൊ ചിരിഞ്ഞിട്ട് വളഞ്ഞു. അത് ഇങ്ങോട്ട് വന്നപ്പോ ആട് ചവയ്ക്കുന്നപ്പോ താടി നേരെയല്ല ചവയ്ക്കുന്നത്, ഇച്ചിരി വളം ചരിഞ്ഞു പോകുന്നു. ആമേൻ. നീ ആടിനെ കൊണ്ടുപോകാൻ പറ്റുമോ? യാഗമൃഗത്തെ കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു മാർഗവും ഇല്ലല്ലോ പ്രിയമുള്ളവരെ. അങ്ങനെ മാർഗമില്ലാതിരിക്കുന്ന സമയത്ത് അവിടെ കേസരി നാട് വന്നിട്ട് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നല്ല ശ്രദ്ധിക്കണേ. വെറുതെ വിട്ടിട്ട് പോകാൻ പറ്റുമോ? വേറെ യാഗമൃഗത്തെ വാങ്ങിക്കണ്ടേ? അതിന് പൈസയും വേണ്ട, ഫ്രീയില്ല. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ വസ്തുതാപരമായിട്ട് പറയാം. അവരാ പാവപ്പെട്ട കൊണ്ടുവന്ന ഒരു കുറുപ്രാവനെ വാങ്ങിക്കാൻ പൈസ ഉള്ളവർ എവിടെയെങ്കിലും കടമാക്കിക്കൊണ്ടായിരിക്കാം ഈ മൃഗവുമായിട്ട് വരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ആ മൃഗത്തെ അവിടെ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കും. ആർക്ക് വിൽക്കുന്നു? മഹാപുരോഹിതന്റെ ഏജന്റിന് വിൽക്കുന്നു. ആ മഹാപുരോഹിതൻ അതിനെ വാങ്ങിയിട്ട്, മഹാപുരോഹിതന്റെ ഏജന്റ് വാങ്ങിയിട്ട് ഇതുപോലെ പിടക്കം തെന്നി തള്ളി മാറ്റി നിർത്തിയ, നമ്മൾ വിടക്കൻ നെണ്ണി തള്ളിയിടുമ്പോൾ എന്നൊക്കെ നമ്മൾ പാട്ട് പാടാറില്ല. ഇതുപോലെ വിടക്കൻ നെണ്ണി തള്ളിയിട്ട ആ മൃഗത്തെ അധിക വില കൊടുത്ത് വാങ്ങുകയാണ്. എത്ര രൂപയാ കിട്ടുന്നതെന്നറിയാമോ? എവിടെയാണ് ദൈവം ഇത് സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ആലയത്തിനകത്ത്, കള്ളന്മാരുടെ ഗുഹ. ഇതിനകത്തേക്ക് സാധാരണ ദൈവജനം വരുന്നത് നിരാശയോടെ വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ, യോഹന്നാന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ, സാധാരണപ്പെട്ട അന്നായെ പോലുള്ള സാധാരണ ജനം നൂറുകണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് ആലയത്തിൽ പ്രാർത്ഥിക്കാൻ കഷ്ടപ്പെട്ട് കടം വാങ്ങി കാശ് വാങ്ങി വരുന്ന ജനം നിരാശപ്പെട്ടു പോകുന്ന ഒരു സമയം. ആ സമയത്താണ് മരുഭൂമിയിൽ യഹോവയ്ക്ക് വേണ്ടുന്ന വഴിയൊരുക്കാനുള്ള ഒന്ന്, പാപത്തിൽ മുങ്ങിയതായ ഒരു കാലഘട്ടം. ദൈവജനമേ, ഇന്ന് നമ്മൾ നിൽക്കുന്ന കാലഘട്ടം ഈ കാലഘട്ടത്തിലാണ്. ഇവിടെയാണ് ദൈവത്തിന്റെ ജനത്തിന്റെ ശബ്ദം മുഴങ്ങേണ്ടത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ട് പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ സമ്പത്തുണ്ടെങ്കിലും ദൈവാനുഭവമില്ലാത്ത മരുഭൂമിയാണ് ഇന്ന് പല സഭകളും. കെട്ടിടങ്ങളുണ്ട്, പക്ഷെ ദൈവാനുഭവമില്ല, ദൈവസ്നേഹമില്ല. ദൈവജനത്തിന് പരസ്പരം കാണാൻ, കണ്ടെന്ന് കൈ കൊടുക്കാൻ പോലും ബുദ്ധിമുട്ട്. പ്രിയമുള്ളവരെ, ഒരാൾ ചെയ്ത് തെറ്റ് ക്ഷമിക്കാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, അവരെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല.
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ആളിനെ കുറിച്ചുള്ള ദേഷ്യം, ആ പക, ആ പിണക്കം ഇങ്ങനെ ഇറച്ചു കയറി വരികയാണ്. ഒരാളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഒരാളെ നിഗ്രഹിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു മനോഭാവം നമ്മുടെ അകത്തുണ്ടാവുന്നു. കൂട്ടായ്മ നശിച്ച ഒരു കാലഘട്ടം, ദൈവസഭ ഒരു ആത്മീയ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് നമ്മൾ ദൈവത്തിന്റെ ശബ്ദമായി മാറേണ്ടത്. കരയുയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. സഭകളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, വലിയ വലിയ ഹാളുകളുണ്ട്, AC ഹാളുകളുണ്ട്, വണ്ടി പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥല സൗകര്യമുണ്ട്. ഒരു ദിവസത്തെ സ്വതന്ത്രാഴ്ച 30,000, 40,000, 50,000 രൂപയാണ്. ആരാധന കഴിയുമ്പോൾ ഇതൊക്കെ വലിയ സജ്ജിക്കകത്തിട്ട് കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. ആ സഭയിലെ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ അന്ന് കുഞ്ഞുങ്ങള് അവൻ ഒരു ചായ കുടിക്കാൻ പാല് വാങ്ങാൻ പൈസ ഇല്ലാതാ സഭയ്ക്കകത്ത് വന്നത്. ചില വീടുകളിൽ ഉച്ചയ്ക്ക് ഭക്ഷണം ഇല്ലെന്നേ. ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പൈസ ഇല്ലാതെ വന്നിട്ടാ സ്വതന്ത്രകാഴ്ച 10 രൂപ ആദ്യം കിട്ടിയ 10 രൂപ വേദപുസ്തകത്തിനകത്ത് വെച്ചിട്ട് പ്രൈസ് ദി ലോർഡ് സ്വതന്ത്രകാഴ്ച ഇട്ടിട്ട് പോകുമ്പോൾ വീട്ടിൽ പട്ടിണിയാ. പ്രൈസ് ദി ലോർഡ്. ഈ കിട്ടിയ പൈസയ്ക്ക് വേണ്ടി കമ്മിറ്റിക്കാർ അടിയ. ഒരു കമ്മിറ്റിക്കാരൻ പറഞ്ഞു, നമുക്ക് അവിടെ വലിയ ഹാള് പണിയണം, വലിയ കെട്ടിടം പണിയണം, അങ്ങനെ വലിയൊരു ഗോപുരം പണിയണം, അത് പണിയണം, ഇത് പണിയണം, ഇങ്ങനെ സ്റ്റൈല് വേണം. വേറെ ആള് പറഞ്ഞു അത് വേണ്ട, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊന്നും അല്ല, ഇങ്ങനെ ഒരു മോഡേൺ രീതി പണിയണം. പാവപ്പെട്ടവനിട്ട 10 രൂപയുടെ പേരിൽ അവന്റെ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ പൈസയില്ലാതെ അവൻ കഷ്ടപ്പെട്ട് വേദനിച്ച് കടം വാങ്ങി വണ്ടിക്കൂലി ഇല്ലാതെ നടന്നു വന്ന അവനിട്ട 10 രൂപ കൊണ്ടാണ് ഈ ബലവേഷണം നടത്തുന്നത്. ആള് പണിയാൻ. പക്ഷേ ആ സഭയിൽ വരുന്ന എത്ര പേർക്ക് സ്കൂൾ ബാഗ് ഇല്ലാത്തവരുണ്ട്. രാവിലെ എന്ത് കൊടുത്തു വിടുമെന്ന് ചിന്തിക്കുന്ന എത്രയോ രോഗികളായിട്ടുള്ള ഭക്തന്മാരെ സഭ വരുന്നുണ്ട്. അവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ ആ സഭ ആത്മീയ മരുഭൂമിയാണ്. ദൈവസ്നേഹമില്ലാത്ത സഭ ആത്മീയ മരുഭൂമി തന്നെയാണ്. നമ്മൾ യെശയ്യാ പ്രവചനത്തിന്റെ യെഹെസ്കേലിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വായിച്ച് നമ്മൾ നിർത്തും. ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ ആലയത്തിൽ കെരൂബുകളിൽ മേൽ വസിക്കുന്ന ദൈവം, ദൈവത്തിന്റെ മഹത്വം ഇപ്പോൾ ആലയത്തിന്റെ പടിയിൽ വന്നിരിക്കുക, ഇറങ്ങിപ്പോകാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ ഭാഗത്തേക്ക് ഒന്ന് ചിന്തിച്ച് ഞാനാവാം. നമ്മളവിടെ ഈ മെസ്സേജ് അവിടെ അവസാനം. അപ്പൊ ദൈവം പറയുന്ന മരുഭൂമിയിൽ നീ സാക്ഷിയാകണം, ദൈവത്തിന്റെ ശബ്ദമാകണം. എന്തിനാണ്? രാജാവിന് വേണ്ടി നീ വഴി ഒരുക്കണം, മിശിഹായ്ക്ക് വേണ്ടി വഴി ഒരുക്കണം. രാജാവിന് വേണ്ടി വഴി ഒരുക്കുന്നത് പോലെ യേശുവിനായി ഹൃദയങ്ങളെ തയ്യാറാക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനേക ഹൃദയങ്ങളിലേക്ക് യേശുവിന് വേണ്ടി, യേശുവിനെ കടന്നു വരാൻ വഴി വെട്ടുന്ന ശബ്ദമായിട്ട് നമ്മൾ മാറണം. മരുഭൂമിയിൽ വഴി ഒരുക്കുന്നവന്റെ ശബ്ദമാണിത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിനെ കടന്നു വരാൻ കഴിയാത്ത മലകൾ അവിടെ തകരണം, മലകൾ നിരപ്പാകണം. ആ ദൈവസഭയുടെ പ്രാർത്ഥന കൊണ്ട് കഴിയൂ, ദൈവസഭയുടെ ഉപവാസം കൊണ്ട് കഴിയൂ, ദൈവസഭ ദേശത്തിലേക്ക് ഇറങ്ങിയാലേ കഴിയൂ. സുവിശേഷവുമായിട്ട് ദൈവസഭ ദേശത്തിലേക്ക് ഇറങ്ങണം. സഭ ഒരുമിച്ച് നിൽക്കണം, സഭ ശക്തിയോടെ നിൽക്കണം. സഭയ്ക്കൂടെ ദൈവത്തിന് ചില ചെയ്തെടുക്കാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. താഴ്വരകൾ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. വളഞ്ഞ വഴികൾ നേരെയാക്കണം,
തടസ്സങ്ങളെല്ലാം മാറ്റണം. നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ദൈവവചനം പറയുമ്പോൾ ചില ഹൃദയങ്ങൾ നിരപ്പാകും. പ്രിയമുള്ളവരെ, ചില കുന്നുകൾ നിരപ്പാകും. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. രാജാവിനെ കടന്നു വരത്തക്കവണ്ണം ഒരു പ്രധാനമന്ത്രി ദേശത്തിലേക്ക് വരുമ്പോൾ, ഒരു രാജ്യത്തിന്റെ ഭരണത്തലവൻ ആ ദേശത്തിലേക്ക് വരുമ്പോൾ, നാട്ടിലേക്ക് വരുമ്പോൾ, നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് ചാത്തമറ്റത്തേക്ക് വരികയാണെങ്കിൽ ഈ റോഡുകളെല്ലാം മാറും. റോഡെല്ലാം വികസിക്കും. വരുന്നതിന് മുമ്പ് തന്നെ ആ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം വന്ന് റോഡിനൊക്കെ വീതി കൂട്ടി നല്ല റോഡാക്കി സൗകര്യമാക്കി എല്ലാം ചെയ്യും. മാത്രമല്ല, പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് തന്നെ അതിന്റെ സെക്യൂരിറ്റിക്കാരും മറ്റുമൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ പ്രധാനമന്ത്രി എത്തുകയുള്ളൂ. അല്ലാതെ പ്രധാനമന്ത്രി എത്തുമ്പോഴല്ല, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എത്തുമ്പോഴോ ഒരു രാഷ്ട്രത്തലവൻ എത്തുമ്പോഴോ അല്ല. ആമേൻ ആമേൻ. നമ്മള് ആമേൻ പോട്ടെ, നമ്മള് അപ്പോഴല്ല കസേര എടുക്കാനായിട്ട് പോകുന്നത്. പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്, ഒരു 50 കസേരയും കൂടെ പറ. അങ്ങനെയല്ല. ഇതെല്ലാം നേരത്തെ ഒരുക്കി ബാരിക്കേഡുകളെല്ലാം തീർത്ത് പ്രധാനമന്ത്രിക്ക് വരാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ട് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗങ്ങൾ അതെല്ലാം ഓക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ പ്രധാനമന്ത്രി അവിടെ എത്തുകയുള്ളൂ. നമ്മുടെ രാജാതിരാജാവായിരിക്കുന്ന കർത്താവ് ഒരു ഹൃദയത്തിൽ വരാൻ വഴികൾ, ഹൃദയത്തിലേക്കുള്ള വഴികൾ നിരപ്പാകുവാൻ, ആ വഴികൾ തുറക്കപ്പെടുവാൻ, പാതകൾ നിരപ്പാക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് ആമേൻ. ഈ കാര്യങ്ങൾ ചില കുടുംബങ്ങളെ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്, ചില വ്യക്തികളെ മുഴുവൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സുവിശേഷത്താലും പ്രാർത്ഥനയാലും സഹോദര സ്നേഹത്താലുമാണ്. ദൈവസഭയുടെ കൂട്ടായ്മ വഴിയാണ് യേശു കർത്താവ് ഹൃദയങ്ങളിലേക്ക് വരുന്നത്. എന്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം യോഹന്നാനെ അയച്ചു ശബ്ദമായിട്ട്. ഇന്നും ദൈവം നമ്മെ അയക്കുന്നു ശബ്ദമായിട്ട്. ദേശത്ത് ദൈവം സഭയെ അയക്കുന്നു ദൈവത്തിന്റെ ശബ്ദമായിട്ട്. നമ്മുടെ ശബ്ദം കേൾക്കപ്പെടേണ്ടത് ചർച്ചിനകത്തല്ല. ചർച്ചിനകത്ത് സാക്ഷ്യം പറയുന്നതിലല്ല നമ്മുടെ ശബ്ദം കേൾക്കുക. സാക്ഷിയൊക്കെ പറയണം, നല്ലതാണ്. പക്ഷെ സഭയ്ക്കകത്തല്ല നമ്മുടെ ശബ്ദം വരേണ്ടത്, പുറത്താണ്. ഈ മരുഭൂമിയിലേക്ക് നമ്മൾ നോക്കി, ദൈവാലയത്തിൽ ആരാധന നടക്കുകയാണ്, യാഗങ്ങൾ നടക്കുകയാണ്. പക്ഷെ ജനം കൂടുന്നത് മരുഭൂമിയിലാണ്. യോഹന്നാൻ ദേവാലയം യെരൂശലേമിനകത്തുണ്ട്. സുന്ദരമായ കെട്ടിടമാണ്, ശുശ്രൂഷകൾ നടക്കുന്നു, യാഗങ്ങൾ നടക്കുന്നു. പക്ഷേ ആലയത്തിലേക്ക് വരാൻ ആളില്ല. മരുഭൂമിയിലേക്ക് ജനം ഒഴുകുകയാണ്. ഈ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് പരിമേൽപ്പിക്കാം, നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. ജോൺ വെസ്ലി കുറിച്ചൊരു വാക്ക് പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ സഭകൾക്ക് ധാർമ്മികമായ ഇടിവ് സംഭവിച്ചു. മദ്യപാനം വ്യാപകമായി. തൊഴിലാളി വർഗങ്ങൾ ദുരിതത്തിലായിരുന്നു. സഭ ശീതോഷ്ണമായിട്ട് മാറി. സാധാരണ ജനങ്ങൾക്കും ദരിദ്രർക്കും ആർക്കും സുവിശേഷം പറയുവാൻ കഴിയാത്ത വിധത്തിൽ സുവിശേഷത്തിന് ശബ്ദം മുടങ്ങാത്ത സമയം. വെസ്ലി തന്റെ കണ്ണുകൊണ്ട് ദേശത്തിന്റെ ആത്മീയ മരണം കാണുകയാണ്. ഈ സമയത്ത് ജോൺ വെസ്ലി തന്റെ ഡയറിയിൽ പലപ്പോഴും എഴുതിയിട്ടുണ്ട്, എന്റെ ദേശം നാശത്തിലേക്ക് പോകുന്നു, ദൈവവചനത്തിന്റെ വെളിച്ചമണിയുന്നു. സഭയിൽ ഇരിക്കുന്നവരുടെ ആദ്യ ഉറക്കം കണ്ടപ്പോൾ അദ്ദേഹം കണ്ണുനീരോടെ പ്രസംഗിച്ചു. അദ്ദേഹം കണ്ണുനീരോടെ പ്രസംഗിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു തന്റെ ഭവനത്തിനകത്ത്. അദ്ദേഹത്തിന്റെ പ്രസംഗം തെരുവിലേക്ക് മാറി. കരച്ചിൽ ഫലമായിട്ട് കരച്ചിൽ വെറും കരച്ചിലായിരുന്നില്ല, ആ കരച്ചിൽ പ്രാർത്ഥനയായിരുന്നു. വെളുപ്പിന് 4 മണിക്ക് അദ്ദേഹം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. ജനങ്ങൾ മാറി.
ഈ കുടുംബങ്ങൾ തിരികെ ആത്മീയ സന്തോഷത്തിലേക്ക് വന്നു. തൊഴിലാളി വർഗത്തിനിടയിൽ ആത്മീയ നവോത്ഥാനമുണ്ടായി. ചരിത്രകാരന്മാർ പറയുന്നു, വെസ്ലിയുടെ കണ്ണുനീരില്ലായിരുന്നെങ്കിൽ ഇംഗ്ലണ്ടിൽ ഫ്രഞ്ച് വിപ്ലവം പോലെ ഒരു വിപ്ലവം ഉണ്ടാകുമായിരുന്നു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഇംഗ്ലണ്ടിനെ ഒരു ആഭ്യന്തര കലാപത്തിൽ നിന്ന് രക്ഷിച്ചത് ജോൺ വെസ്ലിയുടെ പ്രാർത്ഥനയും കണ്ണുനീരുമാണ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ജോൺ വെസ്ലി പ്രസംഗിക്കുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ പരിഹസിക്കുമായിരുന്നു. കണ്ണുനീരോടെയാണ് പ്രസംഗിച്ചത്. നിങ്ങളുടെ ആത്മാവ് അദ്ദേഹം അത് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി എന്റെ ഹൃദയം പൊട്ടിത്തകരുകയാണ്. നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ കാണുമ്പോൾ എനിക്ക് നിശബ്ദനാകാൻ കഴിയുകയില്ല. ഇത് അനേക ഹൃദയങ്ങളെ തൊട്ടു, പലർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. ഇതുപോലെ ദൈവസഭയ്ക്കകത്ത് പ്രൈസ് ദി ലോർഡ് ഒരു കണ്ണുനീരിന്റെ പ്രാർത്ഥന ഉണ്ടാകുന്നു. ദൈവ മക്കൾ ദേശത്തിനടിവിന് വേണ്ടി പ്രാർത്ഥിക്കണം. രാജ്യത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി കരയുന്ന പുരുഷന്മാരും സ്ത്രീകളും ദൈവസഭയ്ക്ക് ഉണ്ടാകണം. കണ്ണുനീര് കൊണ്ടുള്ള പ്രാർത്ഥനകളാണ് ദേശത്തെ മാറ്റാൻ കഴിയുന്ന ശക്തി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലേ, നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലേ, പ്രൈസ് ദി ലോർഡ്, ദൈവം നിന്നെ അവിടെ ഉപയോഗിക്കും. ജോൺ വെസ്ലിയുടെ കരച്ചിൽ അദ്ദേഹത്തെ വലിയ ഒരു ഉണർവ് പ്രസംഗകരാക്കി മാറ്റി, ഉണർവ് നേതാവാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് പ്രൈസ് ദി ലോർഡ് ദൈവസഭയുടെ ഒരു ഉണർവിന് കാരണമായി തീർന്നത്. പ്രിയമുള്ള ദൈവത്തിന്റെ പൈതലേ, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നീ ഒന്ന് സമർപ്പിക്കണം. ദൈവത്തിന് വേണ്ടി ഉണരുന്ന ചില ദിവസങ്ങളാക്കി മാറ്റട്ടെ. 2025 നമ്മെ വിട്ട് കടന്നു പോകാറായി. ഏകദേശം 8ാമത്തെ മാസത്തിലെ 9ാമത്തെ മാസത്തിലേക്ക് 3 മാസം കൂടെ കഴിഞ്ഞാൽ 2026 നമ്മുടെ സമയങ്ങൾ അതിവേഗം പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നുണരാം. ദൈവത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രവർത്തിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണം.